Good morning all. Today we are going to study the sixth module. In that we are going to discuss the topic frames. Before going to the topic, I would like to give a introduction to some basic topics. Now let me move on to that topics. In that first topic is Abstract Window Toolkit. I hope you hear the name already when we are studied applet. Now we are going to study the topic in a little bit detail. First point is Abstract Window Toolkit is the set of Java classes that allows us to create a GUI. അതായത് നമ്മൾ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞു. അത് അതിലെന്താണുള്ളത്? കുറേ ജാവ ക്ലാസ്സസ് ആണുള്ളത്. GUI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ക്ലാസിൻ്റെ ഒരു സെറ്റാണ് ഈ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ തന്നെ GUI കമ്പോണൻസ് ആർ യൂസ്ഡ് ടു ടേക്ക് ദ ഇൻപുട്ട് ഫ്രം ദ യൂസർ ഇൻ ദ യൂസർ ഫ്രണ്ട്ലി മാനർ. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുകയാണ്, അതൊക്കെ ഓൺലൈനിൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു ഫോം കാണുമല്ലോ സ്ക്രീനിൽ. അങ്ങനെയുള്ള ഫോംസ് ഉണ്ടാക്കാൻ യൂസേഴ്സിൻ്റെ ഇൻപുട്സൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറേ ഫ്രെയിംസ് ഫോംസ് ഒക്കെ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ യൂസേഴ്സിന് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ള ടൈപ്പിലുള്ള ഫോംസ് ഉണ്ടാക്കും. യൂസർ ഫ്രണ്ട്ലി മാനറിലുള്ള ഫോംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ GUIs യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ജാവ AWT കമ്പോണൻസ് ആർ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്. അതായത് ഓരോ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഏത് തരത്തിലാണോ ഈ AWT കമ്പോണൻസ് ഡിസ്പ്ലേ ആവുക എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ ബൈ ദ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസി. ഓക്കെ, അതിൽ തന്നെ ജാവ AWT പാക്കേജിൻ്റെ അകത്ത് കുറേ ക്ലാസ്സസ് ഉണ്ടാവും. അതായത് കുറേ ടെക്സ്റ്റ് ഫീൽഡ്, ലേബൽ, ടെക്സ്റ്റ് ഏരിയ, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ചോയ്സ് ലിസ്റ്റ്, ഇതൊക്കെ ഓരോന്ന് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോഗ്രാമിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ക്ലാസ്സസും ഒക്കെ ഈ java.awt എന്നുള്ള പാക്കേജിൻ്റെ അകത്തുണ്ടാവും. java.awt പാക്കേജ് നമ്മൾ നേരത്തെ ആപ്ലെറ്റ്സിൻ്റെ പ്രോഗ്രാമിങ്ങിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രാഫിക്കൽ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇനിയിപ്പോൾ അത് ഒന്നുകൂടെ പറയണം എന്നുണ്ടോ തോന്നുന്നില്ല, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവണം. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു യൂസറായിട്ടുള്ള ഇൻട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഫിക്കൽ കമ്പോണൻസ് ആണ് അതിലുണ്ടാവുക. അപ്പോൾ ഒരു സബ്മിറ്റ് ബട്ടൺ, ഒരു ഫോം, ഒരു അക്സെപ്റ്റ് ബട്ടൺ, അങ്ങനെയുള്ള കുറേ എല്ലാ കാര്യങ്ങളും ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിൻഡോ, ഫ്രെയിം, പാനൽ, ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ കമ്പോണൻസ് ആണ്. ഇതെല്ലാം ഈ കമ്പോണൻസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യണത്? യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടെ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസറായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ കമ്പോണൻസും ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ഇവൻറ്റ്സ് ആണ്. അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ എന്തുണ്ടാവണം, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് അതിൻ്റെ ആക്ഷൻ എന്തായിരിക്കണം, ഒരു വിൻഡോ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റ് എന്നുള്ളത് കൊടുത്താൽ അപ്പോൾ എന്ത് വേണം, അങ്ങനെ ചെയ്താൽ ഏത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലേക്ക് പോകണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി ചെയ്യുന്നത്. ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ജാവ AWT ഹയറാർക്കി, അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് ഹയറാർക്കി. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടെയ്നറാണ്. കണ്ടെയ്നറിൻ്റെ അകത്തുള്ള കുറേ കമ്പോണൻസ് ആണ് ഈ ബട്ടൺ, ലേബൽ, ചെക്ക് ബോക്സ്, ചോയ്സ് ലിസ്റ്റ്, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ അതിൻ്റെ സബ് ക്ലാസ് ആയിട്ട് വരുന്നതാണ് പാനൽ, വിൻഡോ, ഫ്രെയിം, ക്യാൻവാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ ഈസ് പാനൽ. പാനൽ ഈസ് എ വിൻഡോ വിച്ച് ഡസൻറ്റ് കണ്ടെയ്ൻ എ ടൈറ്റിൽ ബാർ, മെനു ബാർ ഓർ എ ബോർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് പാനൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ പാനൽ നമുക്ക് ഈ ഫിഗറിൽ കാണാം. പാനലിൻ്റെ ഒരു സബ് ക്ലാസ് ആണ് ആപ്ലെറ്റ്. ആപ്ലെറ്റ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് പാനലിൻ്റെ സബ് ക്ലാസ് ആയിട്ടാണ് ആപ്ലെറ്റ് വരുന്നത്. അതുകൊണ്ടാണ് അതിൽ നമുക്ക് ഈ ടൈറ്റിൽ ബാർ, മെനു ബാർ ഒന്നും ആപ്ലെറ്റിൽ കാണാത്തത്.
ഓക്കെ, അപ്പോൾ വെൻ ആപ്ലെറ്റ് റൺസ് ഇൻസൈഡ് ആൻ ആപ്ലെറ്റ് വ്യൂവർ നമുക്കിത് കാണാൻ പറ്റും, ടൈറ്റിലും ബോർഡറും ഒക്കെ കാണാൻ പറ്റും. വെൻ ഇറ്റ് കംസ് ടു ബ്രൗസറിലാണ് ഈ ആപ്ലെറ്റ് റൺ ചെയ്യുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നെക്സ്റ്റ് തിങ് ഇസ് വിൻഡോ. വിൻഡോ ഇസ് എ കണ്ടെയ്നർ that has no borders and menu bars. So you need to use frame, dialog or another windows for creating a window. ഫ്രെയിമോ ഡയലോഗോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ വിൻഡോസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ സബ് ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രെയിം, ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിം എന്താണെന്ന് നോക്കാം. ഫ്രെയിം ഈസ് എ കണ്ടെയ്നർ ദാറ്റ് കണ്ടെയ്ൻസ് ടൈറ്റിൽ ബാർ ആൻഡ് ക്യാൻ ഹാവ് മെനു ബാർസ്. മെനു ബാർസും ഉണ്ടാവാം, ടൈറ്റിൽ ബാറും ഉണ്ടാവും. ഇറ്റ് ക്യാൻ ആൾസോ ഹാവ് കമ്പണൻസ് ലൈക്ക് ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ് എക്സെട്ര. ഇങ്ങനെയുള്ള എല്ലാ കമ്പണൻസും ഈ ഫ്രെയിമിൽ വരാം കേട്ടോ. ബട്ടൺ, ലേബൽ, ചെക്ക് ബോക്സ്, എല്ലാ സാധനങ്ങളും ഈ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ക്യാൻവാസ്. ക്യാൻവാസ് ഈ ഫിഗറിലില്ല അല്ലേ? ഓക്കെ, ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി ഉണ്ട്. അതൊരു ബ്ലാങ്ക് പേജ്, അത്രയേ ഉള്ളൂ. ഒന്നും ഒരു ബ്ലാങ്ക് റെക്ടാങ്കുലർ ഏരിയയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് ക്യാൻവാസ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓരോ ഫീൽഡും എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. ഇവിടെ ഒരു അഡ്രസ്സ് എന്ന് കാണുന്നത് ഒരു ലേബലാണ്, കാരണം അതിനൊരു ആക്ഷനൊന്നുമില്ല, ജസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അഡ്രസ്സ് എന്ന് കാണിക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ലേബൽ ചെയ്തിട്ടുള്ളൂ, അതിനൊരു ആക്ഷനൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിന് ലേബൽ എന്നാണ് പറയുക. പിന്നെ ഒന്നുള്ളത് ബട്ടൺ. ഇതിനൊരു ആക്ഷൻ ഉണ്ടല്ലോ, ബട്ടൺ പോലെ തന്നെയാണ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ. പിന്നെ ഉള്ളത് മെനു എന്താണ്, മെനു ബാർ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ്, ഇത് ഡിസ്പ്ലേ ആവുന്നത് ടെക്സ്റ്റ് ബോക്സിലാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു സ്ക്രോൾ ബാർ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ, ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഫിഗറിൽ കാണിച്ചു തന്നാൽ മനസ്സിലാവും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫിഗർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഫ്രെയിംസ്. ഫ്രെയിം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ദാറ്റ് കണ്ടെയ്ൻ ടൈറ്റിൽ ബാർ ആൻഡ് ക്യാൻ ഹാവ് മെനു ബാർസ് ആൻഡ് സം കമ്പണൻസ് ലൈക്ക് ഇറ്റ് ആൾസോ ക്യാൻ ഹാവ് സം കമ്പണൻസ് ലൈക്ക് ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി കുറച്ച് അതിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത്. ഫ്രെയിമിന് 2 തരം കൺസ്ട്രക്ടേഴ്സ് ആണുള്ളത്. ഇപ്പോൾ 2 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റ്സ് എ സ്റ്റാൻഡേർഡ് വിൻഡോ ദാറ്റ് ഡസൻ കണ്ടെയ്ൻ എ ടൈറ്റിൽ. ടൈറ്റിലൊന്നും ഇല്ലാണ്ട് വെറുതെ ബ്രാക്കറ്റിനകത്ത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ ടൈറ്റിലൊന്നും ഇല്ലാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സാധനമാണ് ക്രിയേറ്റ് ആവുക. നേരെ മറിച്ച് അതിൻ്റെ അകത്ത് നമ്മളൊരു ടൈറ്റിലായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ടൈറ്റിലുള്ള ഫ്രെയിം കിട്ടും. ഇനി അതിൽ യൂസ് ചെയ്യുന്ന ഒരു 2-3 മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് വോയിഡ് സെറ്റ് സൈസ് ഇൻ ന്യൂ വിഡ്ത്ത് ആൻഡ് ന്യൂ ഹൈറ്റ്. അപ്പോൾ അതിൽ ന്യൂ വിഡ്ത്ത് ആൻഡ് ന്യൂ ഹൈറ്റ് എന്നുള്ളതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കാനാണ്. എത്ര സൈസ് വേണം, അതിന് എത്ര ഹൈറ്റ് വേണം, എത്ര വിഡ്ത്ത് വേണം എന്ന് കൊടുക്കാനാണ്. നെക്സ്റ്റ് വൺ ഈസ് വോയിഡ് സെറ്റ് വിസിബിൾ. നമ്മളെല്ലാ കമ്പണൻസ് ആയാലും എന്ത് കാര്യങ്ങൾ, കണ്ടെയ്നേഴ്സ്, എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ സെറ്റ് വിസിബിൾ പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫോൾട്ട് വാല്യൂ എപ്പോഴും ഫോൾസ് ആയിരിക്കും. അതായത് വിസിബിലിറ്റി ഉണ്ടാവില്ല. ഫോൾസ് എന്ന് പറഞ്ഞാൽ അത് സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചാലും സ്ക്രീനിൽ കാണില്ല. അപ്പോൾ ഈ സെറ്റ് വിസിബിൾ എന്നുള്ള ഫീൽഡ് നമ്മൾ എപ്പോഴും പ്രത്യേകം പോയിട്ട് അത് ട്രൂ എന്നുള്ളതാക്കി വെക്കണം. ട്രൂ എന്നുള്ളത് എന്തായാലും കൊടുക്കേണ്ടി വരും പ്രോഗ്രാമിൽ, അല്ലാണ്ട് ഈ സാധനം ഡിസ്പ്ലേ ആവില്ല. സോ അതൊരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. അത് ട്രൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുക, അത്രേ ഈ ഫ്രെയിം നമുക്ക് ഡിസ്പ്ലേ ആവുള്ളൂ. പിന്നെ വോയിഡ് സെറ്റ് ടൈറ്റിൽ, അത് ന്യൂ ടൈറ്റിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഫീൽഡാണ് വോയിഡ് സെറ്റ് ടൈറ്റിൽ. ഓക്കെ, നമുക്ക് 2 തരത്തിൽ ഫ്രെയിം ഉണ്ടാക്കാം. ഒന്ന് ബൈ എക്സ്റ്റെൻഡിങ് ഫ്രെയിം ക്ലാസ് ആണ്. അത് നമുക്കിവിടെ കാണാൻ പറ്റുമോ പ്രോഗ്രാമിൽ, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, java.awt എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്തു. നമുക്കറിയാം അത് ഗ്രാഫിക്കൽ ആയിട്ടുള്ള എന്ത് കാര്യം, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പാക്കേജ് വേണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന് മൈ ഫ്രെയിം എന്നുള്ളൊരു ക്ലാസ് ഉണ്ടാക്കി, ഫ്രെയിം ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ആ മൈ ഫ്രെയിമിൽ കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ സെറ്റ് സൈസിൽ 300 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രെയിം സൈസ് 300 വിഡ്ത്തും 300 ഹൈറ്റും ആണ്. പിന്നെ സെറ്റ് ലേഔട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് അതിന് ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ബോർഡറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മെൻഷൻ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നുള്ളത് സെറ്റ് വിസിബിൾ ആണ്. സെറ്റ് വിസിബിൾ ഞാൻ പറഞ്ഞു എപ്പോഴും അത് ഡിഫോൾട്ടായിട്ട് നോട്ട് വിസിബിൾ ആയിട്ടാണ് കിടക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം വിസിബിലിറ്റി ട്രൂ ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എഫ് എന്ന് പറഞ്ഞിട്ട്.
അത്രയേ ഉള്ളൂ ഈ എക്സ്റ്റെൻഡിങ് ഫ്രെയിം ക്ലാസ്സിൽ. പിന്നെ ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ആ വിസിബിലിറ്റി ട്രൂ ആക്കി വെച്ചതുകൊണ്ട് നമുക്ക് ആ ഫ്രെയിം കാണാൻ പറ്റും. ഈ സെക്ഷൻ, അതായത് ബൈ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ഫ്രെയിം ക്ലാസ്, ഇത് നിങ്ങൾക്ക് വല്ലാതെ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല, അറിയുന്നുണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ്. അത് AWT പാക്കേജ് ഇമ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു മൈ ഫ്രെയിം എന്നുള്ളൊരു ക്ലാസ് ഉണ്ടാക്കി. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യൊന്നും ചെയ്തില്ല സെപ്പറേറ്റ് ആയിട്ട്. നമ്മൾ ഡയറക്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, F എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒബ്ജക്റ്റിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സൈസ് 300 കൊടുത്തു, ലേ ഔട്ട് കൊടുത്തു, സെറ്റ് വിസിബിലിറ്റി അത് ട്രൂ എന്ന് സെറ്റ് ചെയ്തു, പിന്നെ ഒരു ടൈറ്റിലും കൊടുത്തു, ഫ്രെയിം എക്സാമ്പിൾ പറഞ്ഞിട്ടൊരു ടൈറ്റിലും കൊടുത്തു. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് വേറെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഈ വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മളിവിടെ വെറുതെ ഒരു ഫ്രെയിം ഉണ്ടാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഔട്ട്പുട്ട് ഇങ്ങനെയാവും ഉണ്ടാവുക, ഒരു ഫ്രെയിം വരും. നമ്മളതിൽ കുറേ ബട്ടൺസും ടെക്സ്റ്റ് ഫീൽഡും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈ കറസ്പോണ്ടിങ് ഏരിയയിൽ വന്നിട്ട് അതൊക്കെ ഫില്ലാവും. അതൊക്കെ എവിടെ വേണം എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി അപ്കമിങ് പ്രോഗ്രാംസിൽ ഡിസ്കസ് ചെയ്യും.